വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അങ്ങനെ ബാങ്ക് ഓഫ് ബറോഡയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ എന്താണ് പറയേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ എന്റെ പിറകിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായി കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ PDF ജസ്റ്റ് ഒന്ന് നോക്കി പോവാ ഞാൻ ഈ പറയുന്നതിനൊപ്പം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. 3-ാം തീയതി നമ്മുടെ മെയ് 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. മെയ് 3-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് 23-ാം തീയതി വരെ സമയമുണ്ട്. മെയ് 23-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. 23-ാം തീയതി അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടെന്ന് പറയുമ്പോൾ പേയ്മെന്റ് ഉൾപ്പെടെ ചെയ്താൽ മാത്രമേ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ അതനുസരിച്ച് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ഓഫീസ് അസിസ്റ്റന്റ് പ്യൂൺ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത മതിയാവും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 19 വേക്കൻസി ഉണ്ട്. സദേൺ റീജിയനിലേക്ക് നോക്കി പറയുകയാണെങ്കിൽ തമിഴ്നാടിന് 24-ഉം കർണാടകയ്ക്ക് 10-ഉം ആണ് ഉള്ളത്. കർണാടകയ്ക്ക് 31-ഉമാണ് ഉള്ളത്. അപ്പൊ ആക്ച്വലി ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം സദേൺ റീജിയനിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ലാംഗ്വേജ് കന്നഡ അറിയാം, തമിഴ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പരീക്ഷ പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം വേക്കൻസി ഉള്ള സ്ഥലങ്ങളിലൂടെ നോക്കി പറ്റുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളാം. ബട്ട് യു ഷുഡ് റിമെമ്പർ ദാറ്റ് നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും സംസാരിക്കാനും കഴിവുണ്ടാവണം ലോക്കൽ ലാംഗ്വേജിൽ. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെയാണ്. പിന്നെ പൊസിഷനും പറയുന്നുണ്ട്. 500 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. മിനിമം 18 മാക്സിമം 26 വയസ്സുള്ളവർക്ക് മാത്രമേ, ഇതിൽ 26 വരെ ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ആ ടൈം ലൈനും പറയുന്നുണ്ടാവും. അത് ഡീറ്റെയിൽ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ് പാസ്സാവണം. SSC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് പാസ്സായവർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്. മാത്രമല്ല ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി വേണം. റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക്. അത് 3ഉം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റീഡ് ചെയ്യാനും റൈറ്റ് ആനും സ്പീക്ക് ചെയ്യാനും അറിയണം. അതാണ് അവർ പറയുന്നത്. ഓക്കെ, ദെൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫീസ് അസിസ്റ്റന്റ് ആണ്. സോ ബേസിക്കലി നോർമൽ റൂട്ടീൻസും ഡ്യൂട്ടീസും ഒക്കെ ചെയ്യേണ്ടി വരും. അതിന് സ്പെഷ്യൽ പേ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ടൈം ടു ടൈം നിങ്ങളുടെ പേ സ്കെയിൽ നന്നായിട്ട് മാറുമെന്ന് അവർ പറയുന്നുണ്ട്. 19,500-ലാണ് നിങ്ങളുടെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് DA, HRA, CCA, സ്പെഷ്യൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ലീവ് ഫെയർ, പിന്നെ ഡിപ്പെൻഡൻസിനും നിങ്ങൾക്കും ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് എംപ്ലോയ്മെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ നാഷണാലിറ്റി, സിറ്റിസൺഷിപ്പ് പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ ആയിരിക്കണം. പ്ലസ് ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഏജ് ക്രൈറ്റീരിയ നോക്കുമ്പോൾ മിനിമം 18-ഉം മാക്സിമം 26-ഉം പറയുന്നതിൽ candidate must have been born not earlier than 1/5/1999. അതായത് 1999 മെയ് 1-ാം തീയതിക്ക് മുന്നേ ജനിച്ചവരോ 2007 മെയ് 1-ന് ശേഷം ജനിച്ചവരോ ആവാൻ പാടില്ല. ഈ ഒരു ടൈം ലൈൻ ഇടയ്ക്കുള്ളവരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഇനി റിലാക്സേഷൻ ഓഫ് അപ്പർ ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. SC STക്ക് 5 വർഷവും, OBC നോൺ ക്രീമി ലെയറിന് 3 വർഷവും, പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് ആണെങ്കിൽ 10 വർഷവും, എക്സ് സർവീസ് ഡിസേബിൾഡ് എക്സ് സർവീസിന് ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ് റെൻഡേർഡ് ഇൻ ദി ഡിഫൻസ് ഫോഴ്സ് പ്ലസ് 3 years ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാക്സിമം ഏജ് ലിമിറ്റ് 50 years പറഞ്ഞിട്ടുണ്ട്. വിഡോ, ഡിവോഴ്സ്ഡ് വുമൺ ആൻഡ് വുമൺ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഹു ഹാവ് നോട്ട് റീമാരീഡിനും 35 വയസ്സ് വരെ ജനറൽ കാറ്റഗറി കൺസെഷൻ ഉണ്ട്. 38 OBC, 40 SC ST കാൻഡിഡേറ്റ്സിനും ഉണ്ട്. ഓക്കെ, ദെൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ഡീറ്റെയിലിംഗ് എന്താണ് എക്സ് സർവീസ് മെൻകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്ന C and Dയിൽ വരുന്നവർക്കാണ് ഇത് പെർമിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ EWSന്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ വി ആർ കമ്മിങ് ടു ദ മെയിൻ പാർട്ട് F, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th ആണെന്ന് പറയുന്നുണ്ട്. പ്രൊഫഷൻസി ഇൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ മാർക്ക് നിങ്ങൾ ആപ്ലിക്കേഷന്റെ സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓഫ് കോഴ്സ് പിന്നെ നമുക്ക് വെരിഫിക്കേഷന് പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റിലെ മാർക്ക് നമ്മൾ പെർസെൻറ്റേജിലാക്കി കൊടുക്കേണ്ടതുമായിട്ടുണ്ടാകും. സോ അത് നിങ്ങളൊന്ന് വെച്ചോണം, മറക്കരുത്. ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ കാര്യം പറയുന്നുണ്ട്. ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ കാര്യം പറയുമ്പോൾ സിവിൽ സ്കോർ നിങ്ങൾ ജോയിനിങ്ങിന് മുന്നേ തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടച്ചു തീർക്കാനോ എന്തെങ്കിലും ബാധ്യതകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ലോണൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. 650 or above ആണ് സിവിൽ സ്കോർ ഉണ്ടാവണം എന്ന് അവർ പറയുന്നത്. ആൻഡ് ദെൻ ഒരു കാര്യം, ഇൻ കേസ് നിങ്ങൾക്ക് സിവിൽ സ്കോർ ഒന്നും ഇതുവരെ അപ്ഡേറ്റഡ് നിങ്ങൾക്ക് ഇല്ല സിവിൽ സ്കോർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ലോണുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ സിവിൽ സ്റ്റാറ്റസ് ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ഹാവ് either to get civil status updated or produce NOCs from the lender to effect that there is no outstanding with respect to the accounts adversely reflected in civil. Failing which the letter of the offer may be withdrawn, cancelled. The final discretion is in regard remains with the bank. Candidates with no bank account shall not be required to produce a civil status. Civil score requirement is not a precondition to apply. അപ്പോൾ സിവിൽ സ്കോർ ഉണ്ടായാലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതൊന്നും നിങ്ങൾ ഇപ്പോൾ
തലയിൽ വെക്കണ്ട, നിങ്ങൾ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. ഇവൻച്വലി നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സിബിൽ സ്കോറിന്റെ കാര്യം സെറ്റ് ചെയ്താൽ മതി. സിബിൽ സ്കോർ മൈനസ് ആയിട്ടിരിക്കുന്നവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കടങ്ങളും മറ്റും ഉള്ളവര് അവരുടെ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് അവരെടുത്ത് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സി, ആപ്ലിക്കേഷൻ ഫീസും ഇന്റിമേഷൻ ചാർജും പറയുമ്പോൾ അവരെടുത്ത് പറയുന്നുണ്ട് 600 രൂപയാണ്. ഓക്കെ, 600 രൂപ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് മാത്രം കുറച്ചൊന്ന് നിങ്ങളെ സൂം ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 600 രൂപയാണ്. ഓക്കെ, 600 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 600 രൂപയും 100 രൂപയാണ് നമ്മുടെ SC ST PWBD എക്സ് സർവീസ് വുമൺ കാൻഡിഡേറ്റ്സിനുള്ളത്. അത് വുമൺ കാൻഡിഡേറ്റ്സിന് 100 രൂപയേ ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യാൻ. അതേസമയം ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ്. ഇതിന്റെ കൂടെ GST മറ്റു ബാങ്ക് ട്രാൻസാക്ഷൻ ഫീസ് ഒക്കെ ആഡ് ഓൺ ആയി വരുമായിരിക്കും. സോ ഇപ്പൊ അറിയേണ്ടത് 100 രൂപയും 600 രൂപയും മാത്രമാണ്. നിങ്ങളുടെ 100 രൂപ സ്ത്രീകൾക്കാണ്. SC ST PWBD എക്സ് സർവീസ്മെൻ സ്ത്രീകൾക്കും 100 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി ജനറൽ EWS കാറ്റഗറി ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ആൻഡ് പ്രീ എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഉണ്ടാവും. അതായത് SC ST OBC PWD കാൻഡിഡേറ്റ്സിന് ഫ്രീ ഓഫ് കോസ്റ്റ് ഓൺലൈൻ മോഡിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഉറപ്പായിട്ട് 2 കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, നമുക്ക് ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗിന്റെ കാര്യം പറയുന്നുണ്ട്. അത് ബാങ്കിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. 6 മാസത്തെ പ്രൊബേഷൻ പീരീഡിന് ശേഷമായിരിക്കും നിങ്ങളുടെ ജോയിനിങ് സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് അവർ പറയുന്നത്. മാത്രമല്ല സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഫോളോഡ് ബൈ ലോക്കൽ വെർണിക്കുലർ ലാംഗ്വേജ് ടെസ്റ്റ്, അതായത് LPT ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും ഓൺലൈൻ ഒറ്റ ഒരു എക്സാമും മാത്രമേ ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ ഒരു ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിന് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് eligible application received is large or less than the bank reserves right to change the shortlisting criteria. അപ്പോൾ ഷോർട്ട് ക്രൈറ്റീരിയ ഒക്കെ തീരുമാനിക്കുന്നത് ബാങ്കാണ്, ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ ടെസ്റ്റ് നോക്കാം. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 20 മിനിറ്റ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 20 മിനിറ്റ്. എലമെന്ററി അരിത്തമെറ്റിക് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 20 മിനിറ്റ്. സൈക്കോമെട്രിക് ടെസ്റ്റ് റീസണിംഗ് ആണ്, 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 20 മിനിറ്റ്. അതായത് 80 മിനിറ്റിൽ നിങ്ങൾ 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. പേടിക്കണ്ട, എലമെന്ററി അരിത്തമെറ്റിക് ഒക്കെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ മാത്ത് ആയിരിക്കും, സിമ്പിൾ റീസണിംഗ് ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് വരെ. റീഡ്, സ്പീക്ക്, റൈറ്റ് 3 പറ്റണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കേരളത്തിലുണ്ട്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം 3 നമുക്ക് കേരളത്തിലുണ്ട്. കർണാടകയിലാകുമ്പോൾ കന്നഡയും കൂടി ഉണ്ട്, കന്നഡയും കൊങ്കണിയും ഉണ്ട്. അവിടെ മലയാളം ഇല്ലെന്നേ ഉള്ളൂ. കന്നഡ, കൊങ്കണി, ഹിന്ദി, ഇംഗ്ലീഷ് 4 ഉണ്ട്. അപ്പോൾ ദെൻ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ഥലം നമുക്ക് നോക്കാം. ഇതിനകത്ത് തമിഴ്നാട് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും ഉണ്ട്. And then coming to the next area, that is examination centers. Examination centers നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പ്ലീസ് നോ ദാറ്റ് candidates will not be permitted to appear for the online test without following documents. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് എഴുതാൻ പറ്റത്തില്ല. അതായത് നിങ്ങളുടെ കോൾ ലെറ്റർ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയ്യിലുണ്ടാവണം. ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ്, അത് സെയിം നെയിം ആസ് ഇറ്റ് അപ്പിയേഴ്സ്, നിങ്ങളുടെ കോൾ ലെറ്ററിലുള്ള അതേ പേരിലുള്ള ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. 1 അഡീഷണൽ ഫോട്ടോഗ്രാഫ്, നിങ്ങൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത അതേ ഫോട്ടോഗ്രാഫിന്റെ തന്നെ ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ അഡീഷണൽ ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടൈമിന് സമയത്ത് തന്നെ നിങ്ങളോട് ഉണ്ടാവുകയും വേണം. എന്നാൽ മാത്രമേ എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. എക്സാമിനേഷൻ സെന്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് എനിക്കൊന്ന് കേരളത്തിലുള്ളവർക്ക് കൊച്ചി ഉണ്ട്, ദെൻ കോഴിക്കോടുണ്ട്, തിരുവനന്തപുരം ഉണ്ട്. അങ്ങനെ അത്യാവശ്യം തിരുവനന്തപുരത്ത് ഇത് ചെന്നൈയിലുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സദേൺ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്ന കുറച്ചധികം ഏരിയാസ് ഉണ്ട്. നമുക്ക് ഉറപ്പായിട്ടും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടൊക്കെ പോയിട്ട് എക്സാം എഴുതാം. 500 വേക്കൻസി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരുപാടൊന്നും ഇല്ല. 10ാം ക്ലാസ് യോഗ്യതയുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് ഒരു 1 മന്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ആൻഡ്
ദെൻ അതിന്റെ കട്ട് ഓഫ് സ്കോഴ്സും ഡോക്യുമെന്റ്സ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ കാര്യമൊക്കെ പിന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കോൾ ലെറ്ററിന്റെ കാര്യങ്ങളും മറ്റും നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് കിട്ടുന്നതാണെന്ന് ബാങ്കിന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. സോ 10ാം ക്ലാസ് യോഗ്യതയുണ്ട്, പഠിക്കാൻ 1 മാസം മാറ്റിവെക്കാൻ സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷന്റെ അവസാനം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാം. ഇനി ഈ പഠിച്ചു തുടങ്ങിയതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സൈലം ബാങ്കിങ്ങിന്റെ കൂടെ പഠിക്കാം, ഉറപ്പായിട്ട് പഠിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യം മാത്രം. സോ ഞങ്ങളോടൊത്ത് പഠിക്കാനായി ഓഫ്ലൈനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെസ്റ്റ് ഹിൽ, നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അഡ്മിഷൻ ഇപ്പോഴും ഓപ്പണാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്താൽ മതിയാകും. അതുപോലെ ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ച് കുറച്ചൊക്കെ അത്യാവശ്യം നല്ലോണം സെറ്റായ ആൾക്കാരാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പോളിഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. 5499 മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോളിഷ് ചെയ്ത് നന്നായിട്ട് ഉറച്ചു മിനുക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് തന്നെ ഇനി പരീക്ഷയ്ക്ക് പോകും. ആൻഡ് ദെൻ ഇതൊന്നുമല്ല, ഇനി നിങ്ങൾക്ക് റെഗുലർ ബാച്ച് ആണ് വേണ്ടതെങ്കിൽ RRB PO ക്ലർക്കിന്റെ റാങ്കേഴ്സ് ബാച്ച് ഞങ്ങൾ ഉടനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോ ഇനി ഒട്ടും വൈകിക്കണ്ട, നന്നായി പഠിച്ച് ഇത്തവണത്തെ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാം. അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണുന്നവരെ ബൈ.